എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ ചേച്ചിക്ക് എന്ത് വേണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ എടുത്ത വഴിക്ക് പറഞ്ഞ സാധനമാണ് റെയർ ബ്യൂട്ടിയുടെ ലിപ്പ് ഓയിൽ വേണമെന്ന്. ലിപ്സ്റ്റിക്കും ലിപ് ബാമും മാത്രം അറിയുന്ന എനിക്ക് ലിപ്പ് ഓയിൽ ഒരു പുതിയ അറിവായിരുന്നു. ഒന്നും നോക്കിയില്ല, നെറ്റിൽ കയറി സാധനം സെർച്ച് ചെയ്തപ്പോൾ ഐറ്റം കിട്ടി. 3 ഗ്രാമിന് 2400 രൂപ. ബട്ട് സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഒന്നും കൂടി ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് അമേരിക്കൻ സിംഗറായ സെലീന ഗോമസിന്റെ ബ്രാൻഡാണ്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് വെറും 15 മിനിറ്റിനുള്ളിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയത് ഇത് സെലീന ഗോമസിന്റെ ബ്രാൻഡ് ആയതുകൊണ്ടായിരിക്കും മേ ബി ലോഞ്ച് ചെയ്ത് അപ്പൊ തന്നെ സോൾഡ് ഔട്ട് ആയതെന്ന്. എന്നാൽ അങ്ങനെയല്ല. അമേരിക്കൻ പോപ്പ് സിംഗറായ റയാന ഫെന്റി എന്ന ബ്രാൻഡിൽ ബ്യൂട്ടി പ്രൊഡക്ട്സ് നൈക്കിയിൽ ലോഞ്ച് ചെയ്തിരുന്നു. എന്നാൽ അതും ലോഞ്ച് ആയി മണിക്കൂറുകൾക്കുള്ളിൽ സോൾഡ് ഔട്ട് ആയി. ഇതിപ്പോ എയർ ജോർഡൻസിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ലോഞ്ച് ആവും, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. അതിനർത്ഥം ഗ്ലോബൽ സെലിബ്രിറ്റീസ് ഇന്ത്യയിൽ എന്തൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ നല്ല ഡിമാൻഡാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ സെലിബ്രിറ്റീസും ഇന്ത്യയിൽ ബ്രാൻഡുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ സ്റ്റോറി ഇങ്ങനെയല്ല. ഇന്ത്യൻ സെലിബ്രിറ്റീസ് ലോഞ്ച് ചെയ്തിട്ടുള്ള ആകെ കുറച്ച് ബ്രാൻഡുകൾ മാത്രമാണ് സക്സസ് ആയിക്കുന്നത്. ബാക്കി എല്ലാ ബ്രാൻഡുകളും 2-3 മാസം മാർക്കറ്റിൽ ഉണ്ടാവും. പിന്നീട് അങ്ങോട്ട് സർവൈവ് ചെയ്യുന്ന കാര്യം സംശയമാണ്. ഇതിപ്പോ നമ്മൾ ഇന്ത്യൻസിന് ഇന്ത്യൻ സെലിബ്രിറ്റീസിന്റെ ബ്രാൻഡ് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ